വിഷയത്തിന്റെ ഒരു മെയിൻ കാര്യം എന്തുകൊണ്ട് ഇവിടുന്ന് യുവാക്കൾ പോകുന്നു എന്നുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് അവിടെ കിട്ടുന്ന ഫെസിലിറ്റീസ് ഒന്നുണ്ട്. ശമ്പളം ഇപ്പൊ നമ്മുടെ സുഹൃത്ത് പറഞ്ഞു ഇവിടെ വേക്കൻസി ഇല്ല. ഞാൻ പറഞ്ഞ വേക്കൻസിയിൽ ഉപരി ഏറ്റവും വലിയ പ്രശ്നം ശമ്പളമാണ്. കാരണം ഇവിടെ ഒരു മാസം 30,000 കിട്ടുകയാണെങ്കിൽ അവിടെ അത് 3 ലക്ഷമാണ്. അപ്പം ഇവിടെ വേണ്ട ഒരു രീതി എന്ന് പറയുന്നത് തൊഴിൽ ദാതാക്കളെ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റണം. പവർഫുൾ ആയ എല്ലാവരും സർക്കാർ ജോലി കാത്തിരുന്ന കിട്ടാൻ പോകുന്നു. എക്സാക്ട്ലി. കാരണം ശക്തരായ എംപ്ലോയേഴ്സ് വേണം. അതിന് പ്രൈവറ്റ് സെക്ടർ പവർഫുൾ ആവണം. ഗവൺമെന്റിന്റെ സപ്പോർട്ട് അതിൽ വേണം. നല്ലൊരു എക്കോ സിസ്റ്റം ഇവിടെ ഉണ്ടാവണം. ഇപ്പൊ സാറ് ഒരു സംരംഭം കൂടി നടത്തുന്ന ആളല്ലേ, നമുക്കറിയാം ഒരു 10 പേർക്ക് മാസം ശമ്പളം കൊടുക്കാൻ തന്നെ ഇവിടെ പലരും കഷ്ടപ്പെടുന്നുണ്ട്. പല എംപ്ലോയേഴ്സിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അവരെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന സ്കീമുകൾ ഗവൺമെന്റ് കൊണ്ടുവരണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഇവിടെ പല സ്റ്റാർട്ടപ്പുകളിലും അവിടുത്തെ ഉദ്യോഗസ്ഥർ തന്നെ മാസം 1 ലക്ഷം 3 ലക്ഷം ശമ്പളം വാങ്ങിക്കുന്ന സ്റ്റാർട്ടപ്പുകൾ ഇന്ത്യയിലുണ്ട്. അപ്പൊ മാതൃകകൾ നമുക്കുണ്ട്. അതിന്റെ നമ്പർ കൂട്ടാനുള്ള സപ്പോർട്ട് ഗവൺമെന്റും ഒക്കെ ചെയ്യാം. തൊഴിലന്വേഷകർക്ക് വല്ല ഉപദേശം വല്ലതും കൊടുക്കാനുണ്ടോ? കാര്യം ഒരുപാട് പേര് കയറിപ്പോ ഈയിടെ മുഖ്യമന്ത്രി പറഞ്ഞു ഇവരെയൊക്കെ നമുക്ക് മടക്കി കൊണ്ടുവരണം. പറയുന്നത് എളുപ്പമാണ്. നമ്മൾ ബ്രെയിൻ ഡ്രെയിനും മൈഗ്രേഷൻ ഓഫ് ലേബറുമായിട്ട് കൺഫ്യൂസ് ചെയ്യരുത്. മൈഗ്രേഷൻ ഓഫ് ലേബർ കാലാകാലങ്ങളിൽ പാലായത് ക്രിസ്ത്യാനികളും മലബാറിൽ ചെന്നിട്ട് കൃഷി ശരിയാക്കിയില്ലേ, അതുപോലെ. പക്ഷേ ഇപ്പം തന്നെ ചൈനയിൽ സയന്റിഫിക് ഫീൽഡിൽ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ചൈനീസ് വംശജർക്ക് തിരിച്ചു വരാനായിട്ട് വലിയ ഇൻസെൻറ്റീവ്സ് ഉണ്ട്. ഇവിടെയും പണ്ടുണ്ടായിരുന്നു പൂൾ ഓഫീസേഴ്സ് എന്ന് പറഞ്ഞിട്ട് CSIR ഉണ്ടാക്കിയ സമയത്ത് വെളിയിൽ നിന്നൊക്കെ ഉള്ള ഒരുപാട് ആ തരത്തിലുള്ള ബ്രെയിൻ. ഇദ്ദേഹം പറഞ്ഞ വളരെ ശരിയാണ്. നമ്മുടെ R&D വളരെ ശോചനീയമാണ്. സർക്കാർ മുടക്കുന്ന കാശാണെന്നുണ്ടെങ്കിൽ 2% 3% പോലും ആകുന്നില്ല. ഇതാണ് ഇവിടുത്തെ ഒരു വലിയ ശാപം. ആ മേഖലയിൽ കാര്യമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാക്കി ഈ വരുന്ന സയന്റിസ്റ്റിന് ബേസിക്കലി ബ്രെയിൻ എന്ന് പറയുന്ന അവരെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ഉണ്ടാകണം. അവർ ഈ പറയുന്നത് പോലെ നാടിനെ സേവിക്കാനായിട്ട് ഓടിയെത്തൊന്നുമില്ല. ഇവിടുത്തെ PSC മെമ്പർക്ക് 4 ലക്ഷം രൂപ ശമ്പളം കൊടുക്കാമെങ്കിൽ ബൊട്ടാണിക്കൽ ഗാർഡൻസ് എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് വലിയ ഇതുണ്ട്. ഞാൻ ഐ വാസ് ഷോക്ക്ഡ്. അവിടുത്തെ സയന്റിസ്റ്റിന് പെൻഷൻ പോലും ഇല്ല. അവിടെ ജോലി ചെയ്ത ഒരാളിന് പെൻഷൻ കിട്ടുന്നില്ല. ആ നിലയിലാണ് നമ്മൾ ഇവിടുത്തെ സയന്റിഫിക് ആൻഡ് സോ കാൾ ബ്രെയിനിനെ കാണുന്നത്. ഈ അവസ്ഥയാണ് മാറേണ്ടത്. ഈ അവസ്ഥ മാറണമെന്നുണ്ടെങ്കിൽ ഈ സബ്ജക്ട് ഏരിയ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയും മന്ത്രിസഭയും മനസ്സിലാക്കണം. ഇവിടെ കുറെ ക്ലീശയുണ്ട്. ഇവിടെ വരുന്ന ഫോറിൻ NRIs ഒക്കെ വന്ന് വ്യവസായം തുടങ്ങണം. ഈ വ്യവസായം എന്ന് പറയുന്നത് ഇതൊന്നും അണ്ടികളിയാ, മനസ്സിലായില്ലേ? ആ സബ്ജക്ട് ഏരിയ മനസ്സിലാക്കാതെ ഒരാളൊരു വ്യവസായത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ കുത്തുവാള എടുക്കും, മനസ്സിലായില്ല? അപ്പൊ ഇവർക്കൊക്കെ ആകെ ഉള്ള പോസിബിലിറ്റി റിട്ടയർ ചെയ്യുമ്പോ സുഖമായിട്ട് താമസിക്കാനായിട്ട് ഇതുപോലെ പറ്റിയ ദൈവത്തിന്റെ നാടാ. കാലാവസ്ഥയാണെന്നുണ്ടെങ്കിലും സകല പരിപാടിയാണെന്നുണ്ടെങ്കിലും സുഖമായി താമസിക്കാൻ നോക്കുന്ന കളമൊരുക്കുക, അതിനു വേണ്ടിയുള്ള സഹായങ്ങൾ സർക്കാർ. അതിനപ്പുറമായിട്ട് ഇവരൊക്കെ വന്നു കഴിഞ്ഞോട് വ്യവസായം തുടങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല.